ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ചായക്കട വെട്ട് കേക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത് റെസിപ്പി. അത് ഫോട്ടോ കണ്ടാൽ കരിഞ്ഞൊക്കെ ഇരിക്കുന്നെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. ഒരെണ്ണം കഴിച്ചാൽ നമ്മൾ വീണ്ടും കഴിച്ചുകൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റാണ് ഈ വെട്ട് കേക്കിന്. ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ഉണ്ടാക്കി നോക്കും, ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ റവയും അതിലേക്ക് 1/4 സ്പൂൺ വേണ്ട ബേക്കിംഗ് പൗഡറും ഒരു 4 ഏലക്ക പൊടിച്ചതും ഒരു നുള്ളുപ്പും ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഒരു വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ബേക്കിംഗ് പൗഡറും റവയും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടണം. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്കൊരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതും ഒരു 2 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസും ഒരു 1/4 സ്പൂൺ നെയ്യും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കെട്ടാതെ കട്ടയുള്ളതെല്ലാം പൊടിഞ്ഞു പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനകത്ത് ഒരു തരി പോലും കാണരുത്. ആ രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കണേ. കട്ടയുള്ളതൊക്കെ ഉടച്ചാണ് ഞാൻ മിക്സ് ചെയ്തത്. വിസ്ക് എടുത്തില്ല, ഞാൻ അതുകൊണ്ട് സ്പൂൺ എടുത്ത്. എല്ലാവരുടെയും കയ്യിൽ വിസ്ക് കാണാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാൻ പറ്റും. നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടിയുണ്ടല്ലോ അതിലേക്ക് അല്പമായിട്ട് വേണം ഇത് ഒഴിക്കാൻ. ചിലപ്പം മുട്ടയുടെ സൈസ് അനുസരിച്ച് ഈ മിക്സിൻ്റെ അളവ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഈ മുട്ട പഞ്ചസാര മിക്സില്ലേ, വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചസാരയും കൂട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് ഫ്ലഫി ആയിട്ട് വരുവാണെങ്കിൽ ഓവറായിട്ട് അളവിൽ കാണും. അതുകൊണ്ട് ഒരുമിച്ച് അത് പൊടിയിലേക്ക് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് അത് മിക്സ് ചെയ്തെടുക്കണേ. ഞാൻ കരുതിയത് രണ്ടാമത് എനിക്ക് വീണ്ടും പൊടി ചേർക്കേണ്ടി വരുമെന്നാണ്, പക്ഷേ ഭാഗ്യത്തിന് പൊടി ചേർക്കേണ്ടി വന്നില്ല. ആ മുട്ടയുടെ മിക്സ് കുറേശ്ശെ ഒഴിച്ചെടുത്ത് കട്ട കെട്ടി കിടക്കും അവിടെ എവിടെയും. അത് ആദ്യം കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് ഉപയോഗിക്കുന്നത്. സ്പൂണാകുമ്പം അത് കറക്റ്റായിട്ട് നമുക്ക് ആ കട്ടയുള്ളതെല്ലാം ഉടച്ചെടുക്കണേ. സ്പൂണാകുമ്പോൾ നമുക്ക് എളുപ്പം അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കയ്യിലതെല്ലാം ഒട്ടിപ്പിടിച്ച് കൈ മൊത്തമാകും. ഇത് മുട്ടയുടെ ആ ഒരു പശയും കൂടെ ഉള്ളതുകൊണ്ടേ നന്നായിട്ട് മിക്സാക്കി അവിടെ ഇവിടെയുള്ള പൊടിയെല്ലാം മിക്സ് ചെയ്ത് എടുക്കണം. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ അത് കൈ വെച്ച് കുഴയ്ക്കാവുന്ന രീതി ആയി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ടത് കുഴച്ചെടുത്ത്. എന്നാലും കയ്യിലൊട്ടും, പക്ഷേ അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ കൈ കൊണ്ട് നന്നായിട്ട് ഉടച്ച് ആ റവയിലൊക്കെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മയം പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ആയിക്കോളും. അതുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടത് കുഴച്ചെടുക്കണേ. പാത്രത്തിൽ നല്ലതായിട്ടത് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. ഞാനിവിടെ ഒരു അരമണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളായിരുന്നേ. പക്ഷേ കുഴപ്പമില്ല, കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. നമ്മൾ കൈ കൊണ്ട് എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം അത് സോഫ്റ്റായി കിട്ടും. ഇനി ഇതൊരു ഒരു മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നതെടുത്ത് നമ്മുടെ ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ട് പരത്തി എടുത്തേ. മൈദ പൊടി അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം മൈദ തൂകിയിട്ടാണ് ഇതൊരു സിലിണ്ടർ ഷേപ്പിലാക്കി ഒരു കത്തി വെച്ച് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ ആൾ കുറവായിരിക്കും. കാരണം എന്നും വെളിച്ചെണ്ണ പലഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ വെറുക്കും. അത് കാരണം ഞാൻ കുറച്ച് അളവിലാണ് മാവെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡബിൾ എടുത്ത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കാം. ഞാനിത് ഇത്രയും ഈ എണ്ണത്തിൽ നമുക്ക് വെട്ട് കേക്ക് കിട്ടും. ഈ 1 കപ്പ് മൈദ കൊണ്ട് ഞാനത് കുറേശ്ശെ എടുത്തു. പക്ഷേ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്കതാണ് മിസ്റ്റേക്ക് പറ്റി. ഇടയ്ക്ക് ഞാൻ തീ ഒന്ന് കൂട്ടി, അപ്പം കളർ ചേഞ്ച് വന്നു. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. തിരിച്ചും മറിച്ചു വിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിവ് പിടിക്കും. ഉള്ളു നന്നായിട്ട് വേവണം. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം അത് ചെയ്യാൻ, നന്നായിട്ട് വേവിച്ചെടുക്കാൻ. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ വീണ്ടും കഴിക്കും, അത് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. വീട്ടിൽ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന താമസമേ ഉള്ളൂ. അത്രയും സമയത്ത് താമസമേ വരത്തുള്ളൂ. അതായത് നമുക്ക് അത് കണ്ട് ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ഒന്ന് ഉള്ളു വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും ഇട്ട് മുരിച്ചെടുത്തതാണ്. വെട്ട് കേക്കോ ഇനി എന്തെങ്കിലും റെസിപ്പീസ് ഇടണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ ആ റെസിപ്പീസ് ഞാനിടാം.
എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.